ഹിറ്റ്ലറിന് എന്തിനായിരുന്നു ഇത്ര യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നത്? എന്തിനാണ് യൂറോപ്പിനോട് മുഴുവൻ യുദ്ധം ചെയ്യുന്നത്? കാരണം ബ്രിട്ടൻ ലോകമെമ്പാടും കോളനികൾ ഉണ്ടാക്കിയിരുന്നു. ആ കോളനികളെ ചൂഷണം ചെയ്ത് പണം മുഴുവൻ ബ്രിട്ടൻ ഊറ്റിയെടുക്കുകയായിരുന്നു. ഹിറ്റ്ലറിന് വലിയ അസൂയ തോന്നി. യുദ്ധം നടന്നത് വലിയ മതപരമായ അടിത്തറയിലൊന്നുമായിരുന്നില്ല. അതിന് വലിയ സൈദ്ധാന്തിക കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന അതേ പഴയ ചീഞ്ഞളിയ അസൂയ മാത്രം. ഹിറ്റ്ലർ ചോദിച്ചു, ഏഷ്യയിൽ നിന്നുള്ള പണമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ബ്രിട്ടനിലേക്കാണ് പോകുന്നത്. ആഫ്രിക്കയിൽ നിന്നും എങ്ങോട്ടാണ് പോകുന്നത്? ബ്രിട്ടനിലേക്കാണ് പോകുന്നത്. നിങ്ങൾ തന്നെ ലോകം മുഴുവൻ കൊള്ളയടിക്കുമോ? ഞങ്ങൾക്ക് കൂടി കൊള്ളയടിക്കണ്ടേ എന്ന്. ജർമ്മൻ കോളനികളെക്കുറിച്ച് നിങ്ങൾ എത്ര കേട്ടിട്ടുണ്ട്? നിങ്ങൾ ബ്രിട്ടീഷ് കേട്ടിട്ടുണ്ടാകും, ഫ്രഞ്ച് കേട്ടിട്ടുണ്ടാകും, ഡച്ച് കേട്ടിട്ടുണ്ടാകും, പോർച്ചുഗീസ് കേട്ടിട്ടുണ്ടാകും. സ്പെയിനിന്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. അവർ ഒരു ഭൂഖണ്ഡം തന്നെ കൈക്കലാക്കിയിരുന്നു. എന്നാൽ ജർമ്മൻ കോളനികളെക്കുറിച്ച് നിങ്ങൾ എത്ര കേട്ടിട്ടുണ്ട്? അപ്പോൾ കളി മുഴുവൻ ഇതാണ്. ആദ്യം തന്നെ 1-ാം ലോകമഹായുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ നന്നായി തല്ലി. അതിനുശേഷം നിങ്ങൾ ലോകമെമ്പാടും സുഖിച്ച് ജീവിക്കുന്നു. ഞങ്ങൾ വെറുതെ ഇവിടെ കിടക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ തല്ലും. അയൽക്കാർ തമ്മിലുള്ള ഈ അസൂയയിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അയൽക്കാരന്റെ കയ്യിൽ കൂടുതൽ പണം വന്നാൽ നിങ്ങൾ പരിഹസിക്കും. ഇപ്പോൾ വലിയ പണം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വലിയ വീരൊക്കെ വെച്ചു. പണ്ട് പൊട്ടിയ സൈക്കിളിൽ നടന്നിരുന്നവനല്ല ഇവൻ. ശരി, അതുതന്നെ ഒരു ഭീമാകാരമായ രൂപവും രൗദ്രഭാവവും കൈക്കൊള്ളുകയും അതിലൂടെ വലിയ തോതിൽ അക്രമം നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതവും ഞെട്ടലും ഉണ്ടാകുന്നു. അയ്യോ, ഇതെന്താണ് സംഭവിച്ചത് എന്ന്.